in favor of fair use. ഹായ് ഫ്രണ്ട്സ്, ഈ കഥ ആരംഭിക്കുന്ന ഒരു കോളേജിലാണ്. ഈ പയ്യന്റെ പേരാണ് അഭിനവ്. ഇവനാണ് ഈ കഥയിലെ നായകൻ. ഇവൻ ഈ പ്രപ്പോസ് ചെയ്യുന്നത് ഇവിടുത്തെ കോളേജ് പ്രിൻസിപ്പളുടെ മോളെയാണ്. പക്ഷേ ഇവന് വേണ്ടിയല്ലായിരുന്നു, ഇവന്റെ കൂട്ടുകാരന് വേണ്ടിയായിരുന്നു. കത്തുമായിട്ട് അവൾ ഡയറക്റ്റ് പ്രിൻസിപ്പളുടെ റൂമിൽ തന്നെയായിരുന്നു ചെന്നത്. കുട്ടിയുടെ അച്ഛനായ പ്രിൻസിപ്പൽ ഡയറക്റ്റ് ആ പെൺകുട്ടിയായിരുന്നു കോളേജ് മാറ്റിയത്. അവന്മാരെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ആ സീൻ കട്ട് ചെയ്ത് അടുത്ത സീൻ കാണിക്കുന്ന അവന്റെ മുഖത്തേക്ക് ഒരു പേപ്പർ പറന്നു വരികയായിരുന്നു. നോക്കുമ്പോൾ അതൊരു ഹാൾ ടിക്കറ്റ് ആയിരുന്നു. ടിക്കറ്റ് കണ്ട അഡ്രസ്സിൽ അവൻ അവിടെ എത്തുകയായിരുന്നു. അതേസമയം തന്നെ ഇതാണ് ആ ഹാൾ ടിക്കറ്റിന്റെ ഉടമയായ ദേവിക. ടിക്കറ്റ് ഇല്ലാതെ എക്സാം എഴുതാൻ കഴിയുമെന്നറിയാതെ അവൾ പേടിച്ചിരിക്കുകയായിരുന്നു. ആ ഹാൾ ടിക്കറ്റ് കിട്ടിയ സന്തോഷത്തെ പരിസരം മറന്ന് അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. ആ സമയം തന്നെ അഭിനവൻ അവളോട് പ്രണയം തോന്നുകയാണ്. പക്ഷെ അവൾ വിവാഹിതയായ ഒരു പെണ്ണാണ്. അവളൊരു സബ് ഇൻസ്പെക്ടറുടെ ഭാര്യയാണ്. അയാൾക്ക് ഇവൾ പഠിക്കുന്നതിനോടൊന്നും ഒരു താല്പര്യവുമില്ല. അവൾക്ക് ഭയങ്കര ഭയമായിരുന്നു. അയാൾ കോളിംഗ് ബെൽ അടിച്ചപ്പോൾ അവൾ പേടിച്ച് തന്നെ ബുക്കൊക്കെ മാറ്റി അടുക്കളയിൽ ചെന്ന് പാചകം ചെയ്യുന്ന പോലെ അഭിനയിക്കുകയായിരുന്നു. പെട്ടെന്ന് ഡോർ തുറന്നപ്പോൾ തന്നെ അവൾ പേടിച്ചൊരു നിമിഷം നിൽക്കുകയാണ്. അവൾ പറയുകയാണ്, ഞാൻ അടുക്കളയിലായിരുന്നു എന്ന്. അത് വിശ്വസിക്കാതെ അവൻ അടുക്കളയിൽ വന്ന് നോക്കുകയും ചെയ്തു. രാത്രിയായി അവർ ഒരുമിച്ച് മുറിയിലെത്തി. അപ്പോഴും അവൾക്ക് ഭയം തന്നെയായിരുന്നു അവനെ. അവൻ റൂമിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരുമിച്ച് ഉറങ്ങുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അഭിനവ് അവൾക്ക് മെസ്സേജ് അയച്ചു. അവൾ അവനോട് നന്ദി പറയുകയും ചെയ്തു. ആയിരുന്നെങ്കിൽ എനിക്ക് എക്സാം എഴുതാൻ കഴിയില്ലായിരുന്നെന്ന് അവൾ പറയുകയാണ്. അങ്ങനെ അവർ നല്ല രീതിയിൽ ഒരു സൗഹൃദം ഉണ്ടായി. കുറച്ച് നാൾക്ക് ശേഷം അവർ നന്നായിട്ട് അടുക്കുകയായിരുന്നു. സ്ഥിരമായിട്ടുള്ള ചാറ്റ് പ്രകാരം അവർ തമ്മിൽ പ്രണയം തുറന്നു പറയുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഡ്യൂട്ടിക്ക് പോയപ്പോൾ ഭർത്താവ് വിളിച്ചു പറയുകയാണ്, ഇന്ന് ഞാൻ വരില്ലായിരിക്കും എന്ന്. അത് കേട്ടപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അവൾ അത് അവനോട് പറയുകയും ചെയ്തു, ഇന്ന് നീ വീട്ടിലോട്ടൊന്ന് വരാമോ എന്ന്. അഭിനവും ദേവികയും തമ്മിൽ ഒരുപാട് സ്വകാര്യ നിമിഷങ്ങൾ ഉണ്ടാവുകയായിരുന്നു. അവർ പരസ്പരം മറന്ന് ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തു. ഭർത്താവ് ഇന്ന് വരത്തില്ല എന്നാണ് അവൾ വിചാരിച്ചത്. കുട്ടിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ അവൻ വരികയുണ്ടായി. പക്ഷേ ഇതൊന്നും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല. അഭിനവ് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഒരുപാട് അടുത്തിരിക്കുമ്പോഴാണ് പ്രതീക്ഷിക്കാത്ത ഒരു കോളിംഗ് ബെൽ അവൾ കേൾക്കുന്നത്. പെട്ടെന്ന് തന്നെ പേടിച്ച് അവൾ ഡോർ തുറന്നു. നോക്കിയപ്പോൾ അത് അവനായിരുന്നു. അഭിനവിനോട് അവൾ ഏതെങ്കിലും റൂമിൽ പോയി ഒളിക്കാൻ പറയുന്നുണ്ടായിരുന്നു. അവൻ ബാത്റൂമിലായിരുന്നു ഒളിച്ചത്. അവിടെ ഒരു ചെറിയ ബോക്സിലായിരുന്നു. ഇതൊന്നും അവളുടെ ഭർത്താവ് അറിയുന്നതേ ഇല്ലായിരുന്നു. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത വല്ലാത്ത പേടിയിലായിരുന്നു. അവൻ ഉറങ്ങിയിട്ട് അവനെ പുറത്തു വിടാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു അവൾ. പക്ഷെ അവൻ അന്ന് മദ്യപിച്ചിട്ടില്ലായിരുന്നു. സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അന്ന് അവൻ മദ്യപിച്ചില്ല. നേരത്തെ തന്നെ ഉറങ്ങുകയും ചെയ്തു. അഭിനവിന്റെ കൂട്ടുകാരന്മാർ അവനെ കാണാനിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ ആ ബോക്സിൽ കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അവൻ ഇവിടെ പെട്ടുപോയ കാര്യവും ഇവളുമായിട്ടുള്ള എല്ലാ കഥകളും പറയുകയാണ്. അവനെ എന്തായാലും രക്ഷിക്കണമെന്ന് പറഞ്ഞ് കൂട്ടുകാരന്മാർ അങ്ങോട്ട് പോകാനൊരു കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ആ SIയുടെ വീട്ടിലെത്തുകയാണ്. കൂട്ടുകാരന്മാരൊരു കള്ളം പറയുകയാണ്. നാട്ടിലെ പ്രധാന തലവനായ ശ്രീനു എന്ന് പറയുന്ന ആൾക്കൊരു ആക്സിഡന്റ് ടൗണിൽ വെച്ചുണ്ടായെന്ന് പറയുകയാണ്. ഇത് കേട്ടിട്ട് ശ്രീനുവിന്റെ ആൾക്കാരെല്ലാം രോക്ഷാകുലരാവുകയാണ്. ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടി കൂട്ടുകാരന്മാർ SIയും കൂടി പോവുകയാണ്. ആരും ഒറ്റയ്ക്കാകാതിരിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരെയും കൂടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നിർത്തുകയാണ്. ആ ഗ്രാമത്തിൽ തന്നെ ഉള്ളവരാണ്. ഭർത്താവ് പോകുമ്പോൾ അഭിനവിനെ പുറത്തിറക്കാമെന്നായിരുന്നു അവൾ കരുതിയത്. പക്ഷേ എല്ലാവരും അവിടെ ഉണ്ടായതുകൊണ്ട് അവൾക്കതിന് കഴിഞ്ഞില്ല. ആ സമയത്ത് തന്നെ പോലീസ് ഹോസ്പിറ്റലിൽ ചെന്ന് അന്വേഷിക്കുകയായിരുന്നു. ആക്സിഡന്റിന്റെ വിവരങ്ങൾ അന്വേഷിക്കുക. അപ്പോഴാണ് അറിഞ്ഞത് ശ്രീനു എന്ന് പറയുന്ന ആളല്ലായിരുന്നു അവിടെ കിടന്നത്. അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റാണെന്ന് അറിഞ്ഞു കൂട്ടുകാരന്മാരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് അവരെ പുറത്തിറക്കി. അവർ പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ അവരുടെ കാറിന്റെ മുന്നിൽ ഒരു പെൺകുട്ടി വീണ് കിടക്കുന്നു. അപ്പോഴാണ് ആ പെൺകുട്ടി പറഞ്ഞത്, ആ പെൺകുട്ടി കുറെ പേർ ഉപദ്രവിക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, നീ ഗ്രാമത്തിലുള്ളതാണോ? ഞങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യാം. അവനെ ഇറക്കാൻ വേണ്ടി ആ പെൺകുട്ടിയുടെ സഹായം അവർ തേടി. ആ പെൺകുട്ടി ആ വീട്ടിലോട്ട് പോവുകയാണ് അവനെ രക്ഷിക്കാൻ വേണ്ടി. കുറെ നേരമായി കാണാനിട്ട് കുറച്ച് ഗുണ്ടകളെ പോലെ മുഖം മൂടി ഇട്ടിട്ട് ഈ കൂട്ടുകാരന്മാർ തന്നെ ആ ഇൻസ്പെക്ടറിന്റെ വീട്ടിലെത്തുകയാണ്. അവന്മാർ പിടിക്കപ്പെടുകയും ചെയ്തു. കുറെ പോലീസുകാർ വന്ന് അവരെ അവിടെ വെച്ച് തല്ലുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടി ഇതെല്ലാം മേളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഇൻസ്പെക്ടർ കണ്ടു. അവളോട് ചോദിക്കണം, നീ എന്താണ് ഇവിടെയെന്ന്. അങ്ങനെ ആ പെൺകുട്ടിയുടെ അച്ഛനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. അവളുടെ ഭർത്താവും ഗുണ്ടകളും ചേർന്ന് ഉപദ്രവിക്കാൻ വന്ന കഥകളും വീട്ടിൽ അനുഭവിച്ച സ്വാതന്ത്ര്യമില്ലായ്മ എല്ലാ കഥകളും അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. കുട്ടിയുടെ കഥ കേട്ട് ഇൻസ്പെക്ടറിന്റെ കണ്ണ് നിറഞ്ഞുപോയി. തൻ്റെ ഭാര്യയോട് ചെയ്യുന്നതും ഇതേ ക്രൂരതയാണെന്ന് അയാൾ മനസ്സിലാക്കി. അങ്ങനെ അയാൾ അവളോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ അവൾ അവന് മെസ്സേജ് അയച്ച് പറയുകയും ചെയ്തു അഭിനവിനോട്, ഇനി ഞാൻ ഒരു തെറ്റായ ബന്ധത്തിലോട്ടുമില്ല, നമുക്ക് നല്ലൊരു സുഹൃത്തുക്കളായിരിക്കാമെന്ന് പറഞ്ഞു.